അടുത്ത ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആസ് എ യങ് മാൻ വിൽസൺ വിസിറ്റഡ് എ ഗവൺമെന്റ് ഓഫീസ് ടു അപ്ലൈ ഫോർ എ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസിൽ അപ്ലൈ ചെയ്യാണ്. When he mentioned his father's occupation, the officer sarcastically said, if your father is a scavenger, why do you need a job? You can just continue his work. അതായത് അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അച്ഛന്റെ ജോലി സ്കാവഞ്ചർ ആണെന്ന് എഴുതിയ സമയത്ത് അവിടുത്തെ ഒരു ഓഫീസർ പറയാണ്, നിന്റെ അച്ഛനൊരു സ്കാവഞ്ചർ ആണെങ്കിൽ എന്തുകൊണ്ട് നീ എന്തിനാ വെറുതെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്? നിനക്ക് നിന്റെ അച്ഛന്റെ പണി തന്നെ എടുത്താൽ പോരെയെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോട്ട് എഴുതുക. ഈ ഒരു കൊട്ടേഷൻ എഴുതുന്ന വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും? ബൈ ഹാർട്ട് പഠിച്ചെഴുതുക. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദിസ് മൊമെന്റ് വാസ് എ വേക്കപ്പ് കോൾ ഫോർ വിൽസൺ. വിൽസന്റെ ഒരു ലൈഫിനെ മാറ്റി മറിച്ചൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. He realized that society had already decided his fate based on caste and he refused to accept it. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഓൾറെഡി ഇയാൾ ഈ ജാതി കൊണ്ട് ഇയാൾ ഈ ഒരു പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് സൊസൈറ്റി ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ പക്ഷെ മൂപ്പർ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. Later he witnessed a man struggling inside a septic tank, submerged in filth and gasping for air. അതായത് പിന്നീട് അദ്ദേഹം ഒരാള് സെപ്റ്റിക് ടാങ്കിൽ വർക്ക് ചെയ്യുന്നത് കാണുകയാണ്. അദ്ദേഹം ശ്വാസം കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നത് കാണുകയാണ്. ദിസ് സൈറ്റ് ഷാറ്റർഡ് ഹിം. ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് തകർത്തി കളയാണ്. മേക്കിംഗ് ഹിം വൗ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ക്രൂവൽ സിസ്റ്റം. ഈ ഒരു ക്രൂവൽ സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം അവിടുന്ന് ഒരു പ്രതിജ്ഞ പോലെ എടുക്കുകയാണ്. Despite his efforts, Wilson faced several challenges. ഇദ്ദേഹത്തിന്റെ ഒരുപാട് ചലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ മിത്ത് ഓഫ് ചോയ്സ് എന്നുള്ളതാണ്. മെനി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ക്ലെയിം ദാറ്റ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ചൂസ് ദിസ് വർക്ക്. അധിക ഗവൺമെന്റ് ഒഫീഷ്യൽസും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ, ഈ ജാതിയിൽപ്പെട്ട ആൾക്കാർ അവർ ചൂസ് ചെയ്യാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് താല്പര്യപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. വിൽസൺ കംപ്ലീറ്റ്ലി റിജക്ട് ദിസ് ആർഗ്യുമെന്റ്. വിൽസൺ ഈ ഒരു ആർഗ്യുമെന്റിനെ റിജക്ട് ചെയ്യുന്നുണ്ട് മൊത്തമായിട്ട്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് എ ചോയ്സ് ബേസ് ബട്ട് ദിസ് ഇസ് നോട്ട് എ ചോയ്സ് ബട്ട് എ കാസ്റ്റ് ഇമ്പോസ്ഡ് റിയാലിറ്റി. ആരും ഇഷ്ടപ്പെട്ടുകൊണ്ട് കക്കൂസ് തോന്നാൻ പോകില്ല. ആരും പോകില്ല. ആരും ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്താക്കാൻ പോകില്ല? കക്കൂസ് തോന്നാൻ പോകില്ല. ഇതെന്താണ്? ആൾക്കാരെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. ജാതി അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ്, അല്ലാണ്ട് ചോയ്സ് അല്ല. നിങ്ങളുടെ ജാതി, എന്റെ ജാതി എന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ കാസ്റ്റ് ഇമ്പോസ് ചെയ്ത സാധനമാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ഇമ്പോസ്ഡ് റിയാലിറ്റി ആണ് ഇത്, അല്ലാതെ ഒരാളെ ചോയ്സ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Most scavengers have no education, no alternative job training and no other means of survival. അധിക സ്കാവഞ്ചേഴ്സിന് വിദ്യാഭ്യാസം ഇല്ല, വേറൊരു ജോലി ചെയ്യാനുള്ള സാധ്യതയോ ട്രെയിനിങ്ങോ ഇല്ല, അവർക്ക് സർവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള യാതൊരുവിധ വഴികളും ഇല്ല. Families are often trapped in a cycle of poverty, making it is impossible for them to escape this work. അധിക സമയത്ത് ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സിന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ദാരിദ്ര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് അവർ എസ്കേപ്പ് ചെയ്യാൻ, രക്ഷപ്പെടൽ അത്ര എളുപ്പമല്ല എന്ന് പറയാണ്. പിന്നെ വരുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റിക് നെഗ്ലിജൻസ് ആൻഡ് കറപ്ഷൻ ആണ്. Government authorities often deny the existence of manual scavenging to avoid accountability. അക്കൗണ്ടബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധിക സമയത്തും നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയും ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ തൊട്ടിപ്പണി എന്ന് പറഞ്ഞ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്ന് അവര് പറയും. കോൺട്രാക്ടേഴ്സ് ഹയർ വർക്കേഴ്സ് വിത്തൗട്ട് പ്രൊവൈഡിങ് സേഫ്റ്റി ഗിയർ, പുട്ടിംഗ് ദെയർ ലൈഫ്സ് അറ്റ് റിസ്ക്. അതായത് സേഫ്റ്റി മെഷേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ കോൺട്രാക്ടേഴ്സ് ഈ നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്ന് പറയാണ്. അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ. Compensation for families of deceased scavengers is often delayed or denied due to missing paperwork. ഈ പേപ്പർ നൂലാമാലകൾ കാരണം ഒന്നെങ്കിൽ അവർക്ക് ഈ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച തൊഴിലാളികൾക്ക് കുടുംബത്തിന് ഒന്നെങ്കിൽ കോമ്പൻസേഷൻ കിട്ടൂല. ഒന്നാമത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ വർക്ക് കാര്യങ്ങൾ ഡിലേ ആവും. ഒന്നെങ്കിൽ അവർക്ക് പൈസ കിട്ടാൻ ഡിലേ ആവും, അല്ലെങ്കിൽ അവർക്ക് തീരെ കിട്ടൂല. റെസിസ്റ്റൻസ് ഫ്രം സൊസൈറ്റി ആണ്. Some upper class caste groups oppose the abolition of manual scavenging because they depend on this labor for their convenience. The lack of technological investment in sanitation solutions show how caste biases shape policies. There is little public outrage about scavenger deaths, reflecting the deep-rooted caste discrimination in India. ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇതിനെതിരെയാണ്. ഈ മാനുവൽ സ്കാവെഞ്ചിങ് നിർത്തണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ പറയുക, ഒരു ഹൈറാർക്കി സമൂഹത്തിൽ എപ്പോഴും ഒരു കാസ്റ്റിന്റെ ഹൈറാർക്കി നിന്ന് പോകണം, അല്ലെങ്കിൽ അവരുടെ ലേബർ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്ന ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയാണ്. പിന്നെ അടുത്തത് സഫായി കർമാചാരി ആന്തോളൻ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
നമ്മുടെ ഈ ബെസ്വാഡ വിൽസൺ ഉണ്ടാക്കിയ മൂവ്മെന്റ് ആണ്. ഡിറ്റർമൈൻഡ് ടു ബ്രിങ് എ ചേഞ്ച്, വിൽസൺ ഫൗണ്ടഡ് ദ SK എന്താ, സഫായി കർമ്മചാരി ആന്തോളൻ. 1992 അദ്ദേഹം സ്ഥാപിക്കുന്നത്. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ആൻഡ് ലിബറേറ്റ് മാനുവൽ സ്കാവഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അവരെ ലിബറേറ്റ് ചെയ്യാൻ, സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട് ഫയൽ ലീഗൽ കേസസ് അഗെയിൻസ്റ്റ് ഒഫീഷ്യൽസ് വയലേറ്റിംഗ് ആന്റി സ്കാവഞ്ചിങ് ലോസ് വയലേറ്റ് ചെയ്യുന്ന ഓഫീഷ്യൽസിനെതിരെ ലീഗലായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിമോളിഷ് ഡ്രൈ ലാട്രിൻസ് ആൻഡ് പുഷ് ഫോർ മെക്കാനൈസ്ഡ് ക്ലീനിങ്. ഡ്രൈ ലാട്രിൻസ് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ മെക്കാനൈസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും to educate scavenger families so they can find alternative employment. Scavenger familiesന് വിദ്യാഭ്യാസം കൊടുക്കുക, അതുകൊണ്ട് എൻ്റെ alternative employment അവർക്ക് കിട്ടും. The SK now has over 6,000 volunteers across India actively working to end manual scavenging. 6,000-ഓളം volunteers നമ്മുടെ SK ഉണ്ട്. അവർ മാനുവൽ സ്കാവെഞ്ചിങ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ വരുന്നത് കാസ്റ്റ് ഓപ്പറേഷൻ സിസ്റ്റമാറ്റിക് ഇൻജസ്റ്റിസ് ആണ്. വിൽസൺ എക്സ്പ്ലെയിൻസ് ദാറ്റ് മാനുവൽ സ്കാവേജിംഗ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സാനിറ്റേഷൻ, ഇറ്റ് ഇസ് അബൌട്ട് കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ. മാനുവൽ സ്കാവേജിംഗ് എന്ന് പറയുന്നത് എന്തല്ല, സാനിറ്റേഷനെ ബന്ധപ്പെട്ട, വൃത്തിയായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല, ഇതെന്താണ്, കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ only Dalits are assigned this work. ഇന്ത്യയിൽ ഈ ഒരു ദളിത് ആൾക്കാർ മാത്രമാണ് ഈ വർക്ക് ചെയ്യുന്നത്. പ്രൂവിംഗ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് പോവർട്ടി ബട്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഇത് ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. Society has normalized this exploitation, making upper caste feel entitled to this service. സൊസൈറ്റി ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചൂഷണത്തിന് വളരെ നോർമൽ ആക്കി കാണുകയും അപ്പർ കാസ്റ്റ് ആയ ആൾക്കാർക്ക് എന്താണ് ഒരു ഡൊമിനൻസ് വരികയാണ്. There is no research or funding for better sanitation technology because no one cares about improving the lives of scavengers. അവർ നമ്മുടെ ഒരു സാനിറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ബെറ്റർ സാനിറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആരും ഈ ഒരു സാധനത്തിനെ പറ്റി കെയർ ചെയ്യുന്നില്ല എന്ന് പറയാണ്. അല്ലെങ്കിൽ ഈ സ്കാവഞ്ചേഴ്സിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആരും കെയർ ചെയ്യുന്നില്ല എന്ന് പറയാണ്. പിന്നെ വിൽസൺ ഇന്ത്യൻ ഇന്റലക്ച്വൽസിനെയും അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സിനെയും ചലഞ്ച് ചെയ്യുന്നുണ്ട്. If we can build nuclear weapons, why can't we invent machines to clean human waste? നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹ്യൂമൻ വേസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കി കൂടാന്ന് ചോദിക്കുകയാണ്. ഇതിന് ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബിക്കോസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആർ ദളിറ്റ്സ് ആൻഡ് their lives are not valued. ഈ മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്, ദളിതരാണ്. അവരുടെ ജീവിതത്തിന് ജീവൻ എന്തില്ല, വിലയില്ല എന്ന് പറയാണ്. പിന്നെ അദ്ദേഹത്തിന് റാംസൺ മഗ്സാസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ SK ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവര് വളണ്ടിയേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് വരുന്നത്. അദ്ദേഹം ഒരു പേഴ്സണൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അവാർഡ് കാര്യങ്ങളൊന്നും സ്വീകരിക്കില്ല. പക്ഷെ അദ്ദേഹം ഒരു എന്താ പറയാ, ഈ ഒരു അവാർഡിന് ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആയിട്ടല്ല, പക്ഷെ ഒരു മൂവ്മെന്റിന് പറ്റിയുള്ള ഒരു റെക്കഗ്നീഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാർ ഈ മൂവ്മെന്റ് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന സാധനമായിട്ടാണ് ഈ ഒരു അവാർഡ് സ്വീകരിച്ചത്. ഏത് അവാർഡ്, റാംസൺ മഗ്സാസെ അവാർഡ്. പിന്നെ ഒരു കോൾ ഫോർ ചേഞ്ച് ആണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് മാനുവൽ സ്കാവെഞ്ച് കംപ്ലീറ്റ് ബാൻ ചെയ്യണം, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് വേണമെന്ന് പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വെരി ബെറ്റർ പോളിസീസും പ്രൊവൈഡ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്കാവെഞ്ചർ ഫാമിലീസിന് നല്ലൊരു ബെറ്റർ ജോബും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയാണ്. ക്രിയേഷൻ പബ്ലിക് അവയർനെസ് ടു ബ്രേക്ക് കാസ്റ്റ് ബയാസസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമുക്ക് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതീയമായ വേർതിരിവ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് വേണം, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പബ്ലിക് അവയർനെസ്, അവബോധമല്ല, ഒരു ബോധം വളർത്തണം എന്ന് പറയാണ്. പിന്നെ അടുത്തത് അദ്ദേഹത്തിന് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നോ ഹ്യൂമൻ ഷുഡ് എവർ ഹാവ് ടു ക്ലീൻ അതർ ഹ്യൂമൻസ് വേസ്റ്റ് വിത്ത് ദെയർ ബെയർ ഹാൻഡ്സ്. അതായത് ഒരാൾ അവരുടെ കൈകൾ കൊണ്ട് വേറൊരാളുടെ ഹ്യൂമൻ വേസ്റ്റ് കൈകൊണ്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമ്മളെ ഒരാൾ ദളിതായതുകൊണ്ട് അയാൾ തൊട്ടിപ്പണി ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ്, സമൂഹം എങ്ങനെയാണ് ജാതി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മോളെ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള സാധനമാണ് ഇവിടെ വരുന്നത്. ഹൈകാസ്റ്റ് ആയുള്ള ഒരാൾ എന്താക്കാൻ പോലും തൊട്ടിപ്പണി ചെയ്യില്ല, എപ്പോഴും താഴ്ന്ന ജാതിക്കാരെ മാത്രമാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പൊ അത് എന്താണ്, ചോയ്സ് അല്ല, അവരുടെ മോള് സൊസൈറ്റി ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ആര് പറയുന്നത്, ബെസ്വാഡ വിൽസൺ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഈ ആമഴിയഞ്ചാൻ തോട് വൃത്തിയാക്കാൻ പോയ സമയത്ത് മരിച്ച ജോയിനെ ആലോചിക്കാം. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ആൻസർ ചെയ്ത സമയത്ത് നിങ്ങൾ ജോയിന്റെ കാര്യം മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കിയത്. താങ്ക് യു.